തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് ഇടത് MLA KT ജലീൽ. പക്ഷേ മരണം വരെ CPM സഹയാത്രികനായി തുടരുമെന്നും KT ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നുകാട്ടാൻ പോർട്ടൽ തുടങ്ങുമെന്ന തന്റെ തീരുമാനം ജലീൽ അറിയിച്ചു കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഒരു അധികാര പദവിയും വേണ്ട, അവസാന ശ്വാസം വരെ CPIM സഹയാത്രികനായി തുടരും. CPIM നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാൽ മറക്കില്ല. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും. അതിനായി ഒരു പോർട്ടൽ തുടങ്ങും. വിശദ വിവരങ്ങൾ ഒക്ടോബർ 2 പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഉണ്ടാകുമെന്നാണ് ജലീലിന്റെ കുറിപ്പ്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KT ജലീൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് ലീഗ് വിട്ടത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചതോടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയനായി. 2011, 16, 21 തിരഞ്ഞെടുപ്പുകളിൽ തവന്നൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ജലീലിന് ബന്ധു നിയമന ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇടതു സർക്കാരിനു വേണ്ടി എല്ലാ വിഷയങ്ങളിലും ശക്തമായ നിലപാടെടുക്കുന്ന ജലീലിന്റെ ശത്രുപക്ഷത്ത് എന്നും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. 2ാം സ്ഥാനം മാത്രമാണ് കോൺഗ്രസിന് ജലീൽ തന്റെ ശത്രുപക്ഷത്തിന് നൽകിയിരിക്കുന്നത്.